ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും PSC ഐം അച്ചീവറിൻ്റെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2024 ജനുവരി 28 ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനം രാവിലെ രാജിവെച്ച് വൈകിട്ട് വീണ്ടും മുഖ്യമന്ത്രിയായി അധികാരമേറ്റ വ്യക്തി ആരാണ്? നിതീഷ് കുമാർ. JDU നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ ആണ് 2024 ജനുവരി 28 ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനം രാവിലെ രാജിവെച്ച് വൈകിട്ട് വീണ്ടും മുഖ്യമന്ത്രിയായി അധികാരമേറ്റ വ്യക്തി. പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയുടെ പിന്തുണയോടെ ബീഹാർ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ ആ സ്ഥാനം രാജിവെച്ച് വൈകിട്ട് BJP പിന്തുണയോടെ വീണ്ടും മുഖ്യമന്ത്രിയായി. കേരളത്തിൽ കണ്ടെത്തിയ പുതിയ ഇനം ഓന്തിൻ്റെ പേരെന്താണ്? വടക്കൻ കങ്കാരു ഓന്ത് അല്ലെങ്കിൽ കങ്കാരു ലിസാർഡ്. കേരളത്തിൽ കണ്ടെത്തിയ പുതിയ ഇനം ഓന്തിൻ്റെ പേരെന്താണ്? വടക്കൻ കങ്കാരു ഓന്ത്, കങ്കാരു ലിസാർഡ്. ഇടുക്കി ജില്ലയിലെ കുളമാവിലാണ് ഈ ഓന്തിനെ കണ്ടെത്തിയത്. അഗസ്ത്യഗാമ എഡ്ജ് എന്നതാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ഇതോടെ കേരളത്തിൽ കണ്ടെത്തിയ ഓന്തിനങ്ങളുടെ എണ്ണം 17ആയി. ജനുവരി 27 കന്നി യാത്ര ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഏതാണ്? ഐക്കൺ ഓഫ് ദ സീസ്. 2024 ജനുവരി 27 കന്നി യാത്ര ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ് ഐക്കൺ ഓഫ് ദ സീസ്. അമേരിക്കൻ കമ്പനിയായ റോയൽ കരീബിയൻ ഇന്റർനാഷണൽ ആണ് ഈ കപ്പലിൻ്റെ ഉടമ. ഫ്ലോറിഡയിലെ മയാമി തുറമുഖത്തു നിന്നുമാണ് കപ്പലിൻ്റെ യാത്ര ആരംഭിച്ചത്. ഈ കപ്പലിന് ഐക്കൺ ഓഫ് ദ സീസ് എന്ന പേരിട്ടത് പ്രശസ്ത ഫുട്ബോൾ താരം ലയണൽ മെസ്സിയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതി ലക്ഷ്യമിട്ട് എൻ്റെ സ്കൂൾ എൻ്റെ അഭിമാനം എന്ന പദ്ധതി ആവിഷ്കരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ്. ഇന്ത്യൻ സംസ്ഥാനമായ ഹിമാചൽ പ്രദേശ് ആണ് വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതി ലക്ഷ്യമിട്ട് എൻ്റെ സ്കൂൾ എൻ്റെ അഭിമാനം എന്ന പദ്ധതി ആവിഷ്കരിച്ചത്. മഹ്ദ, കഹ്യാൻ 2, ഹദേഫ് എന്നീ 3 ഉപഗ്രഹങ്ങൾ 2024 ജനുവരിയിൽ ഒരുമിച്ച് വിക്ഷേപിച്ചത് ഏത് രാജ്യമാണ്? ഇറാൻ. ഇറാനാണ് 2024 ജനുവരിയിൽ മഹ്ദ, കഹ്യാൻ 2, ഹദേഫ് എന്നീ 3 ഉപഗ്രഹങ്ങൾ ഒരുമിച്ച് വിക്ഷേപിച്ചത്. ജനുവരി 1 ഇറാൻ സൊറായ എന്ന നിരീക്ഷണ ഉപഗ്രഹവും വിക്ഷേപിച്ചിരുന്നു. ഡാപ്സോൻ, റിഫാംപിസിൻ, ക്ലോഫാസിമിൻ എന്നീ 3 മരുന്നുകൾ ഉപയോഗിച്ചുള്ള മൾട്ടി ഡ്രഗ് തെറാപ്പി ഏത് രോഗത്തിനാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നടപ്പിലാക്കുന്നത്? കുഷ്ഠരോഗം. ഡാപ്സോൻ, റിഫാംപിസിൻ, ക്ലോഫാസിമിൻ എന്നീ 3 മരുന്നുകൾ ഉപയോഗിച്ചുള്ള മൾട്ടി ഡ്രഗ് തെറാപ്പി കുഷ്ഠരോഗത്തിന് വേണ്ടിയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നടപ്പിലാക്കുന്നത്. ലോകത്ത് ഏറ്റവും അധികം കുഷ്ഠരോഗികളുള്ള രാജ്യം ഇന്ത്യയാണ്. കുഷ്ഠരോഗം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അശ്വമേധം. മൈക്കോ ബാക്ടീരിയം ലെപ്രെ എന്ന ബാക്ടീരിയ വായുവിലൂടെയാണ് ഈ രോഗം പടർത്തുന്നത്. ജനുവരിയിൽ ബ്രിട്ടനിൽ വീശിയ ചുഴലിക്കാറ്റിൻ്റെ പേരെന്താണ്? ഇഷ. ഇഷ എന്നു പേരുള്ള ചുഴലിക്കാറ്റാണ് 2024 ജനുവരിയിൽ ബ്രിട്ടനിൽ വീശിയ ചുഴലിക്കാറ്റ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ടെന്നീസ് സിംഗിൾസ് കിരീടം നേടിയ വ്യക്തി ആരാണ്? യാനിക് സിന്നർ.
ഇറ്റലിയുടെ യാനിക് സിന്നറാണ് 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ടെന്നീസ് സിംഗിൾസ് കിരീടം നേടിയ വ്യക്തി. റഷ്യൻ താരമായ ഡാനിൽ മെദ്വദേവിനെയാണ് യാനിക് സിന്നർ ഫൈനലിൽ തോൽപ്പിച്ചത്. 2024 കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏതാണ്? ഈസ്റ്റ് ബംഗാൾ. ഈസ്റ്റ് ബംഗാൾ ആണ് 2024 കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ടീം. ഒഡീഷ FCയെയാണ് ഫൈനലിൽ ഈസ്റ്റ് ബംഗാൾ തോൽപ്പിച്ചത്. കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രഥമ സാർവദേശീയ സാഹിത്യോത്സവം നടക്കുന്നത് ഏത് ജില്ലയിൽ വെച്ചാണ്? തൃശ്ശൂർ. തൃശ്ശൂർ ജില്ലയിൽ വെച്ചാണ് കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രഥമ സാർവദേശീയ സാഹിത്യോത്സവം നടക്കുന്നത്. വെട്ടുകിളിയുടെ ശല്യം നേരിടുന്നതിനായി ഇന്ത്യ അഫ്ഗാനിസ്ഥാന് നൽകിയ കീടനാശിനിയുടെ പേരെന്താണ്? മാലത്തിയോൺ കീടനാശിനി. വെട്ടുകിളിയുടെ ശല്യം നേരിടുന്നതിനായി ഇന്ത്യ അഫ്ഗാനിസ്ഥാന് നൽകിയ കീടനാശിനിയുടെ പേരാണ് മാലത്തിയോൺ കീടനാശിനി. തൃശൂർ കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനി വികസിപ്പിച്ച തെങ്ങിൽ കയറാതെ കള്ള് ചെത്തുന്ന ഉപകരണത്തിന്റെ പേരെന്താണ്? സാപ്പർ. സാപ്പർ എന്ന ഉപകരണമാണ് തൃശൂർ കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനി വികസിപ്പിച്ച തെങ്ങിൽ കയറാതെ കള്ള് ചെത്തുന്ന ഉപകരണത്തിന്റെ പേര്. ഇന്ത്യ, UAE, ഫ്രാൻസ് എന്നീ 3 രാജ്യങ്ങൾ സംയുക്തമായി നടത്തുന്ന സൈനികാഭ്യാസത്തിന്റെ പേരെന്താണ്? ഡെസേർട്ട് നൈറ്റ്. ഡെസേർട്ട് നൈറ്റ് എന്ന സംയുക്ത സൈനികാഭ്യാസമാണ് ഇന്ത്യ, UAE, ഫ്രാൻസ് എന്നീ 3 രാജ്യങ്ങൾ ചേർന്ന് നടത്തുന്നത്. അറബിക്കടലിന് മുകളിലാണ് ഈ വ്യോമാഭ്യാസം നടത്തുന്നത്. 2024 ജനുവരിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ബെർണാഡ് അർണോൾട്ട്. ബെർണാഡ് അർണോൾട്ട് ആണ് 2024 ജനുവരിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. ഫ്രാൻസിലെ വൻകിട ബിസിനസ് ഗ്രൂപ്പായ LVMHന്റെ ചെയർമാനും CEOയുമായ വ്യക്തിയാണ് ബെർണാഡ് അർണോൾട്ട്. ടെസ്ലയുടെ ഉടമയായ ഇലോൺ മസ്ക് ആണ് 2ാം സ്ഥാനത്ത്. പാരീസിലെ ലൂവ്ർ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ഏത് ചിത്രത്തിന് നേരെയാണ് 2024 ജനുവരിയിൽ പ്രതിഷേധ സൂചകമായി സൂപ്പ് ഒഴിച്ചത്? മോണലിസ. പാരീസിലെ ലൂവ്ർ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള മോണാലിസ എന്ന ചിത്രത്തിന് നേരെയാണ് 2024 ജനുവരിയിൽ പ്രതിഷേധ സൂചകമായി സൂപ്പ് ഒഴിച്ചത്. ലിയനാർഡോ ഡാവിഞ്ചിയുടെ ലോകപ്രശസ്തമായ ചിത്രമാണ് മോണലിസ. പശ്ചിമഘട്ടത്തിൽ നിന്നും അടുത്തിടെ കണ്ടെത്തിയ പുതിയ ഇനം സസ്യത്തിന്റെ പേരെന്താണ്? ആൻഡ്രോഗ്രാഫിസ് തെനിയൻസിസ്. പശ്ചിമഘട്ടത്തിൽ നിന്നും അടുത്തിടെ കണ്ടെത്തിയ പുതിയ ഇനം സസ്യത്തിന്റെ പേരാണ് ആൻഡ്രോഗ്രാഫിസ് തെനിയൻസിസ്. ജനുവരിയിൽ ഏത് രാജ്യത്തിലെ പാർലമെന്റിലാണ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ അടിപിടിയുണ്ടായത്? മാലദ്വീപ്. 2024 ജനുവരിയിൽ മാലദ്വീപിലെ പാർലമെന്റിലാണ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ അടിപിടി ഉണ്ടായത്. മാലദ്വീപിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് മുഹമ്മദ് മുയിസു. പ്രശസ്ത കവയിത്രി സുഗതകുമാരിയുടെ ജീവിതം ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രത്തിന്റെ പേരെന്താണ്? തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ. പ്രശസ്ത കവയിത്രി സുഗതകുമാരിയുടെ ജീവിതം ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രത്തിന്റെ പേരാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ. M.R. രാജനാണ് ഈ ചിത്രത്തിന്റെ സംവിധായകൻ.
സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യത്തെ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? പാപ്പനംകോട്. തിരുവനന്തപുരം ജില്ലയിലെ പാപ്പനംകോടാണ് സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യത്തെ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത്. തമിഴ്നാട്ടിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട് പുട്ടിൽ സ്വർണം നേടിയ മലയാളി ആരാണ്? അനുപ്രിയ. മലയാളിയായ അനുപ്രിയയാണ് തമിഴ്നാട്ടിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട് പുട്ടിൽ സ്വർണം നേടിയ മലയാളി. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.